എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മെയ് 16 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പി എസ് സി പരീക്ഷയിൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് LP UP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്കെങ്കിലും ഒരു ടീച്ചർ ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും. സോ എന്തായാലും നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടാലന്റ് LP UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്. ദെൻ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്റ്റുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.chalengala.com ഈ പുസ്തകം ലഭ്യമാണ്. ഇനി അതുപോലെ തന്നെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ടാലന്റ് ഒരു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിലും തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാവും, അതുപോലെ veranda.chalengala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് നിയമനങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ കുറച്ച് ദിവസങ്ങളുടെ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പത്രങ്ങളിൽ കാണാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ആയിട്ട് വലുതായിട്ടൊന്നും നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് കിട്ടാറുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്. അപ്പോൾ എന്താണ് 16ാമത് കേരള നിയമസഭ ഇനിയിപ്പോൾ അധികാരം ഏൽക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുപോലെ തന്നെ 16ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ്. അപ്പോൾ ഇദ്ദേഹം നമുക്കറിയാം അല്ലെ, ഇദ്ദേഹം മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ നമ്മുടെ മുഖ്യമന്ത്രി ആരാണെന്ന്, VD സതീശനാണ്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ദെൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്ന എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മറക്കാതെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇനി മാറിപ്പോകും എന്നുണ്ടെങ്കിൽ, ആ ഒരു നമ്പർ നിങ്ങൾക്ക് മാറിപ്പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് നമുക്കൊരു കോഡ് രൂപത്തിലൊന്ന് ഓർത്തു വയ്ക്കാം. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ ഒന്നാമനാണല്ലേ. അപ്പൊ ഈ ഒന്നാമനാകാൻ വേണ്ടി 3 പേര് മത്സരിച്ചിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ 13 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഓർമ്മ കിട്ടും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. VD സതീശൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ്. ഇനി തവണയാണെങ്കിൽ 24 ആണെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ നമ്മുടെ 16ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യത്തിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് നമ്മുടെ PR ശ്രീജേഷ് വളരെ വിവാദപരമായിട്ടുള്ളൊരു പോസ്റ്റൊക്കെ ഇടകിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമനം നടന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ പുരുഷ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് ഒരു വ്യക്തി നിയമിതനായിരിക്കുകയാണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറിക് സോയസ്. ആരാണ്? ഫെഡറിക് സോയസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു മുൻ ഫ്രഞ്ച് ഹോക്കി താരമാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. ദെൻ ഈ പറയുന്ന ഫെഡറിക് സോയസ് ആണ് ഇപ്പോൾ ഇന്ത്യൻ പുരുഷ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് വരുന്നത്. ആർക്ക് പകരമാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, PR ശ്രീജേഷിന് പകരമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇനി നമ്മുടെ നിലവിലെ CBI ഡയറക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് CBIയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഈ പറയുന്ന CBIയുടെ ഡയറക്ടർ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രവീൺ സൂദാണ്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസത്തിൽ ഇദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, 2027 മെയ് മാസം വരെ എന്ത് ചെയ്തിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. സോ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലാവധി ഇങ്ങനെ രണ്ടാമത്തെ തവണയാണ് നീട്ടുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു CBI ഡയറക്ടറെ നിയമിക്കാനുള്ള ഒരു ഉന്നതാധികാര സമിതിയുണ്ട്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ആ ഒരു സമിതിയിലെ അംഗങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പഠിച്ചേക്കുക. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. നിലവിലെ CBI ഡയറക്ടർ, വേറെ അപ്ഡേഷൻ ഒന്നുമില്ല, പഴയ ആള് തന്നെയാണ് പ്രവീൺ സൂദ്. ദെൻ ഇവിടെ പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുരസ്കാരമാണ്. അതായത് വനമിത്ര പുരസ്കാരം. ഇതാണ് വനമിത്ര പുരസ്കാരമാണ്. അതായത് പരിസ്ഥിതി, അതുപോലെ തന്നെ വന്യജീവി, വനം, ജൈവ വൈവിധ്യം ഇതിൻ്റെയൊക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന വനമിത്ര പുരസ്കാരം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണയൊന്നും PSC അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും എന്താണ് വളരെ റെയർ ആയിട്ടൊക്കെ ചില അവാർഡുകളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന വനമിത്ര പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ 2026 സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഗുരുവായൂരപ്പൻ. ആരാണ്? എസ് ഗുരുവായൂരപ്പനാണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എസ് ഗുരുവായൂരപ്പനാണ് ഈ ഒരു വനമിത്ര പുരസ്കാരം 2026 കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ്. അതായത് ഏറെ വിവാദമായ, ഈ റീസെന്റ് ആയിട്ട് പത്രങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു പുസ്തകമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ വിവാദങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ പറയുന്ന പുസ്തകം ഇതാണ്, കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേരെന്താ? കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക്. രചിച്ചത് KV തോമസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഈ പറയുന്ന കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക്. ഇനി നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ജോസഫ് വിജയ് എന്ത് ചെയ്തു? അധികാരമേറ്റു. ദെൻ അതിനുശേഷം അദ്ദേഹം ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള നിയമപരമായ പ്രായം 21 വയസ്സ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള നിയമപരമായ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ബിവറേജ് ഷോപ്പുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആധാർ മുഖാന്തരം അവരുടെ പ്രായം കൺഫേം ചെയ്തിട്ട് മാത്രം കൊടുക്കുക എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. then അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടതുമാണ്, തമിഴ്നാട്ടിൽ എന്താണ് ഒരുപാട് ബിവറേജ് ഷോപ്പുകളൊക്കെ അടച്ചു പൂട്ടുന്നതിനുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഓർത്തു വെച്ചേക്കുക, തമിഴ്നാട്ടിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള നിയമപരമായ പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 വയസ്സാണ്. ഇനി അടുത്തത് മറ്റൊരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2022 കർണാടകയിൽ വളരെ വിവാദപരമായ ഒരു ഉത്തരവായിരുന്നു. എന്തെന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് എന്ത് ചെയ്യുക? നിരോധിക്കുക എന്ന് പറയുന്നത്. കാരണം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ് ബൊമ്മയുടെ സർക്കാരാണ് എന്ത് ചെയ്തത്? അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു 2022 ഉത്തരവ് എന്ത് ചെയ്തിരിക്കുന്നു? ഔദ്യോഗികമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയ 2022 ഉത്തരവ് അടുത്തിടെ ഔദ്യോഗികമായിട്ട് പിൻവലിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയാണ്. ദെൻ ഈ ഒരു ഉത്തരവ് കൊണ്ടുവരുന്ന സമയത്തെ കർണാടക മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ബസവരാജ് ബൊമ്മയാണ്. ദെൻ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് ഔദ്യോഗികമായിട്ട് പിൻവലിക്കുന്ന സമയത്തെ എന്താണ് കർണാടക മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യാണ്. ആ ഒരു കാര്യം കൂടി പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചെറിയൊരു പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ പറയും. കാരണം ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തം നടന്നാൽ പോലും അത് എന്ത് ചെയ്യാറുണ്ട്? PSC ചോദിക്കാറുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അവിടെ ഭൂമി ഇടിഞ്ഞ് താഴ്ന്നത് PSC PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2026 മെയ് മാസം ചുഴലിക്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റിനെയും മഴയെയും തുടർന്ന് 100-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2026 മെയ് മാസത്തിൽ ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റും മഴയെയും തുടർന്ന് 100-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ആണ് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അവിടെ മരണസംഖ്യ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിലൊന്നും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ മൗലിക അവകാശത്തിന്റെ പരിധിയിൽ വരുമെന്ന് വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ സുപ്രീം കോടതിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷ തന്നെയാണ്. സോ അത്തരത്തിൽ മാതൃഭാഷയിലോ അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിലോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടത് അവരുടെ മൗലിക അവകാശമാണെന്ന് എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി പറയുകയാണ്. ഇനി സുപ്രീം കോടതി അത് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19 ക്ലോസ് 1 ക്ലോസ് A എന്നുള്ള ആ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടെ ഓർക്കുക.
ഇനി ഒരു ഉച്ചകോടിയുടെ ഒരു വേദിയാണ്, അതായത് 2026 മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? അപ്പോൾ 2026 എന്താണ് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? അപ്പോൾ നോർവേയിലാണ്. അപ്പോൾ നോർവേ അതുപോലെ തന്നെ ഇന്ത്യ, മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഉച്ചകോടിയുടെ ഭാഗമാവുന്നുണ്ട്. അതായത് അദ്ദേഹം ചില വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം UAE പോയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ ഒരു നോർവേക്ക് സന്ദർശിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വേദി ഒന്ന് ഓർത്ത് വയ്ക്കുക. 2026 എത്രാമത്തെ? മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേ ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉച്ചകോടി കഴിയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജസ്റ്റ് ഒരു പേര് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം നിങ്ങളോട് ഒരു പോയിന്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ അടുത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ്? അവർ പറഞ്ഞിരിക്കുകയാണ് ആകാശഗംഗയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു കുള്ളൻ ഗാലക്സി ലയിച്ചിരിക്കുകയാണ്. അതായത് ആകാശഗംഗയിൽ ഒരു കുള്ളൻ ഗാലക്സി ലയിച്ചിരിക്കുന്നു എന്ന് അവരൊരു കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ ആകാശഗംഗയിൽ ലയിച്ച ആ കുള്ളൻ ഗാലക്സി ഏതാണ്? അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ലോക്കി. ഇതാണ് ലോക്കി. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഗാലക്സിയാണ് ഈ പറയുന്ന ആകാശഗംഗ എന്ന് പറയുന്നത്. സോ ആ ആകാശഗംഗയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ലോക്കി എന്ന് പറയുന്ന ഒരു കുള്ളൻ ഗാലക്സി ലയിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അവരുടെ പഠന റിപ്പോർട്ട് പറയുന്നത്. സോ അതിനെപ്പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് 2026 IPL സീസണിൽ വിഷ്ണു വിനോദ് കളിക്കുന്നത് ഏത് ടീമിന് വേണ്ടിയിട്ടാണ്? ഈ വിഷ്ണു വിനോദിനെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണെന്നുള്ള കാര്യം അറിയാം. ഇതിന് മുൻപ് ഇദ്ദേഹം IPL കളിച്ചിട്ടുണ്ട്, മുംബൈ ഇന്ത്യൻസ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ദെൻ കഴിഞ്ഞ സീസണിൽ 2025 അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ താരമായിരുന്നു. ദെൻ 2026 അദ്ദേഹം ഏത് ടീമിന്റെ ഭാഗമാണ്? പഞ്ചാബ് കിങ്സിന്റെ ഭാഗമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിനെതിരായിട്ടുള്ള പഞ്ചാബ് കിങ്സിന്റെ മത്സരത്തിൽ ഇദ്ദേഹത്തെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം 2026 അദ്ദേഹത്തിന് അങ്ങനെ കളിക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ മുംബൈ ഇന്ത്യൻസിനെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. ഇപ്പോൾ 2026 IPL സീസണിൽ വിഷ്ണു വിനോദ് കളിക്കുന്ന ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ആണ്. കാരണം ഈ IPL കളിക്കുന്ന മലയാളികളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ബേസിൽ തമ്പി ഒരിക്കൽ PSC ചോദിച്ചതാണ്. ദെൻ വിഘ്നേഷ് പുത്തൂർ PSC ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പോൾ 2026 IPL സീസണിൽ വിഷ്ണു വിനോദ് കളിക്കുന്ന ടീം പഞ്ചാബ് കിങ്സ് ആണ്. ദെൻ വിഷ്ണു വിനോദ് മാത്രമല്ല, വേറെയും മലയാളികൾ 2026 IPL കളിക്കുന്നുണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, സഞ്ജു സാംസൺ ഏതാ ടീം? CSK ആണ് അല്ലെ, ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ് സഞ്ജു സാംസൺ കളിക്കുന്നത്. ദെൻ നമ്മുടെ കഴിഞ്ഞ സീസണിൽ IPL അരങ്ങേറിയ വിഘ്നേഷ് പുത്തൂർ, കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മുംബൈയുടെ താരമായിരുന്നു. ഇപ്പൊ എന്താണ്? രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ്. ഇതുവരെ കളിക്കാൻ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇൻ കേസ് ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതും കൂടെ ഒന്ന് ചർച്ച ചെയ്യും. ദെൻ ഈ വിഘ്നേഷ് പുത്തൂർ ഇതിനു മുൻപ് PSC ചോദിച്ചാണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് 2026 ഫിബ അണ്ടർ 18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് 2026 ഫിബ അണ്ടർ 18 ഏഷ്യൻ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെയാണ്? അഹമ്മദാബാദ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇത് മൂന്നാം തവണയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഈവന്റ് ഹോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ഈ അഹമ്മദാബാദ് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ചാൽ നടക്കുക? അതായത് അഹമ്മദാബാദിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോമൺവെൽത്തിന്റെ 100ാം വാർഷികം എന്ന് പറയുന്നത് ഈ പറയുന്ന 2030 സോ അത് നടക്കുന്നതും ഈ അഹമ്മദാബാദിലാണ്. സോ ആ ഒരു വേദിയും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി നിങ്ങളെ ഞാൻ നമ്മുടെ അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. അറിവിടം എന്ന് പറയുന്ന ബുക്കിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SCRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലന്റിന്റെ അറിവിടമാണ്. സോ ആ അറിവിടം പഠിച്ചവർക്കും അല്ലെങ്കിൽ SCRT ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ SCRT നല്ലപോലെ തയ്യാറെടുത്ത് പരീക്ഷയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രാക്ടീസ് ബുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം 4300-ലധികം പരിശീലന ചോദ്യങ്ങൾ PSCയുടെ അതേ മാതൃകയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിൽ നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി അതിന് പുറമെ തന്നെ റീസെന്റ് ആയിട്ട് PSC പല പരീക്ഷകളിലും ചോദിച്ച SCRT ബേസ് ചെയ്തുള്ള PQs കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ 2300-ലധികം സോഷ്യൽ സയൻസ്, 1800-ലധികം സയൻസിന്റെ ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് SCRT പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരിക്കും ഒരു പുസ്തകം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talentgala.com ഈ പുസ്തകം ലഭ്യമാണ്.
അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പറഞ്ഞു, പിണറായി വിജയനാണ്. 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മന്ത്രിമാരൊക്കെ വരാനുണ്ട്. ശരിക്കും പറഞ്ഞൊരു വലിയ അപ്ഡേഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം ഇതിനു മുൻപ് 5 വർഷത്തേക്ക് നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളൊരു മന്ത്രിസഭ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഉള്ളൊരു 5 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി ഒരു 5 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മന്ത്രിസഭ എന്ന് പറയുന്നത്. സോ അതെന്തായാലും വരട്ടെ, വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി വരുന്ന PSC പരീക്ഷകൾ ഒരു മാർക്ക് എന്തായാലും അവിടെ നിന്നുണ്ടാവും കേട്ടോ. ദെൻ രണ്ടാമത്തെ ഒരു നിയമനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പുരുഷ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകനാണ്. ആരാണ് അത്? ഫെഡറിക് സോയേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് നിലവിലെ CBI ഡയറക്ടറാണ്, അത് പ്രവീൺ സൂദാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ പറയുന്ന പ്രവീൺ സൂദ് എന്ന് പറയുന്നത് ഓൾറെഡി അദ്ദേഹം തന്നെയാണ്. ദെൻ ഇപ്പോ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. ദെൻ അതിനുശേഷം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം 2026 നേടിയത് ആരാണെന്ന് പറഞ്ഞു, അത് S ഗുരുവായൂരപ്പനാണ്. ദെൻ ഇതിന്റെ പ്രൈസ് മണി 25,000 എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനുശേഷം പറഞ്ഞത് ഒരു പുസ്തകമാണ്, കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക്. പുസ്തകം എഴുതിയത് KV തോമസ് ആണ്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചൊരു പുസ്തകം ആയതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദെൻ അതിനുശേഷം തമിഴ്നാട്ടിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള നിയമപരമായ പ്രായം 21 വയസ്സ് എന്നവർ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദമായ ഉത്തരവ് എന്ത് ചെയ്തിരിക്കുന്നു? കർണാടക പിൻവലിച്ചിരിക്കുകയാണ്. അതായത് 2022 ഒരു ഉത്തരവ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് എന്ത് ചെയ്തിരിക്കുന്നു? ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വിവാദപരമായ ഉത്തരവ് വരുന്ന സമയത്ത് അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത് ബസവരാജ് ബൊമ്മയും ദെൻ നിലവിൽ ആരാണ്? സിദ്ധരാമയ്യാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഉത്തർപ്രദേശിൽ ഒരു പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അവിടെ ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റും മഴയൊക്കെ തുടർന്ന് 100-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി കൊണ്ടുവന്നതാണ്. അതായത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ പ്രകാരം എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികൾക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലോ അല്ലെങ്കിൽ എന്താണ് അവരുടെ മാതൃഭാഷയിലോ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളത് മൗലിക അവകാശമാണ് എന്നൊരു വിധി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് 2026 മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതെവിടെയാണ്? നോർവേ ആണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അടുത്തിടെയുള്ള കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകാശഗംഗയുമായിട്ട് ലയിച്ചു ചേർന്നതായിട്ട് കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സി ഏതാണെന്ന് പറഞ്ഞു. അത് ലോക്കിയാണ്. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ 2026 IPL സീസണിൽ വിഷ്ണു വിനോദ് കളിക്കുന്ന ടീം പഞ്ചാബ് കിങ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മുടെ 2026 FIBA Under-19 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് വേദിയാവുന്നത് അഹമ്മദാബാദ് ആണെന്നും പറഞ്ഞു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്നിരുന്നാലും നിങ്ങൾ കമന്റ് ചെയ്യുക. ദെൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് ഏത് എന്നാണ്. അപ്പോൾ പ്രജേസ്ത 1 ആണോ, ഉത്തം 2 ആണോ, പ്രജേസ്ത 3 ആണോ, പ്രജേസ്ത 2 ആണോ? അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 മെയ്യിൽ പ്രശാന്ത് പിസെ ഏത് രാജ്യത്തിന്റെ അംബാസഡർ ആയിട്ടാണ് നിയമിതനായത്? അപ്പോൾ ഒമാൻ, ഖത്തർ, UAE, യമൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഒമാൻ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ലക്കുണ്ടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലെന്നാണ്? കർണാടകയിലാണ്. കാരണം അവിടുത്തെ നമ്മുടെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയം വരാൻ പോകുന്നത് എവിടെയാണ്? ഇവിടെയാണ്, ലക്കുണ്ടി ഗ്രാമത്തിലാണ്. സോ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മെയ് 16-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.